അപ്പോൾ എല്ലാ പോർച്ചുഗൽ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പോർച്ചുഗൽ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ റിട്ടേൺ ടിക്കറ്റ് കിട്ടി ഇന്നലെ. സ്പെയിനോട് അവർ തോറ്റു. നമ്മളുടെ പ്രഡിക്ഷൻ ഇന്നലെ എന്തായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പോർച്ചുഗലിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റോബർട്ടോ മാർട്ടിനസിന്റെ ടാക്ടിക്സ് വളരെ മോശമാണ്. നല്ലൊരു പീക്ക് ലെവൽ ടീമിനെ കിട്ടിയിട്ട് പോലും അത് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ പോലത്തെ ടൂർണമെന്റ് അടിക്കണമെങ്കിൽ ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് മുമ്പ് മെസ്സിയും ഇത് തെളിയിച്ചതാണ്. അതായത് മുമ്പ് മെസ്സി മാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടീമായിരുന്നു അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. അന്ന് അർജന്റീനയ്ക്ക് എങ്ങും എത്താൻ കഴിയാത്ത ഒരുപാട് കാലം അർജന്റീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പോർച്ചുഗലിന്റെ കാലം. പിന്നെ നിങ്ങൾക്ക് അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം ഒരു സ്ട്രൈക്കറാണ്, ക്ലിനിക്കൽ സ്ട്രൈക്കറാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ബാക്ക് ഔട്ട് ചെയ്ത് വന്ന് പന്ത് എടുത്ത് പ്ലേ മേക്ക് ചെയ്ത് ടീമിനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന ലെവലിലുള്ള ഒരു പ്ലെയർ ആയിരിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ 10 വർഷം അദ്ദേഹം ആ ലെവലിലല്ല കളിക്കുന്നത്. ഇനി മുമ്പ് അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു പ്ലെയറിനെ വെച്ചുകൊണ്ട് പോർച്ചുഗലിനെ ലീഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ കളിക്കേണ്ടവരാരാണ്? ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീഞ്ഞ, ഇവരാണ് ഈ റോൾ ചെയ്യേണ്ടത്. അവരാണെങ്കിൽ പ്രോപ്പറായി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ടാക്ടിക്സ് കൊണ്ടൊന്നും പോർച്ചുഗൽ എവിടെ എത്താൻ പോകുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരത്തെ സംഭവിച്ചു. ഞാൻ പോർച്ചുഗൽ സെമി ക്വാർട്ടറൊക്കെ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു സംഭവം എന്താ ഉണ്ടാച്ചാൽ ഇന്നലെ ഇത് കളി കഴിഞ്ഞ ഉടനെ ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിൽ റൊണാൾഡോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ വന്നതിന് ശേഷം പോർച്ചുഗൽ 3 കപ്പ് നേടി, ഞാൻ വന്നതിന് ശേഷം പോർച്ചുഗൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പോർച്ചുഗൽ അതിന് മുമ്പ് ഒന്നും ഇല്ലായിരുന്നു. ഈ പറയുന്നത് തന്നെയാണ് വലിയ പ്രശ്നം. കാരണം അദ്ദേഹം അത് നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടീമിന്റെ സപ്പോർട്ട് ഉണ്ട്. ഒരു കാലത്തും മെസ്സിയോ നെയ്മറോ റൊണാൾഡിഞ്ഞോ ഇതുപോലുള്ള അല്ലെങ്കിൽ എംബാപ്പെ ഇതുപോലുള്ള ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സ് ഇവരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ടീമിന്റെ കോൺട്രിബ്യൂഷനാണ്. അല്ലാതെ ഞാൻ എന്ന് പറയുന്ന ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് തന്നെയാണ് അവരുടെ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൊണാൾഡോ മാത്രമല്ല പോർച്ചുഗൽ. അപ്പോൾ പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ഒരു ടീമിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ടീമിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഒരു സപ്പോർട്ട് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ആയിരിക്കരുത്. ഇപ്പോൾ റൊണാൾഡോ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ട് വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ആരോ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, മലക്കുകൾ വന്നിട്ട് പോർച്ചുഗലിനെ ജയിപ്പിക്കുന്നു. ഇത് മറ്റേ മലക്കുകൾ വന്ന് ബദർ യുദ്ധം ആണല്ലോ ഇത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബ്രസീൽ ഫാൻസിനോ അല്ലെങ്കിൽ ബ്രസീൽ നാഷണൽ ടീമിനോ, ഫാൻസിന്റെ കാര്യം പോട്ടെ, ബ്രസീൽ നാഷണൽ ടീമിനോ അർജന്റീന നാഷണൽ ടീമിനോ ഉള്ള ഒരു ലെഗസി പോലും പോർച്ചുഗലിനില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു ടീമിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാലം ബെറ്റർ ടീം പോലും ഇല്ലെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾക്ക് ഫാൻ ആവാം, അതായത് റൊണാൾഡോനെ. കാരണം നമ്മൾ ഫാക്ട്സ് വെച്ച് സംസാരിക്കുമ്പോൾ വെറുതെ ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാന്നല്ലാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാന്നല്ലാതെ കാര്യം റിസൾട്ടിൽ ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. ഓക്കെ, അതിനൊരു റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പിന്നെ അതിനൊരു കാര്യമില്ല. പോർച്ചുഗൽ മേ ബി നെക്സ്റ്റ് വേൾഡ് കപ്പിലൊക്കെ തിരിച്ചു വന്നേക്കാം. പക്ഷേ ഇതുപോലുള്ള ഫാൻസും ഇതുപോലുള്ള ബിലീവ്സും വെച്ചിട്ടാണ് ആ ടീം കളിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി എവിടെ എത്താൻ പോകുന്നില്ല. ഏത് ടീമിനും തോൽവിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വെറുതെ വിടുവായത്തം പറയാതെ കളിയായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.